ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് എന്നോടുകൂടെ പാസ്റ്റർ ടി ജോസഫ് ഉണ്ട്. വിശാഖപട്ടണത്ത് കഴിഞ്ഞ 40-ലധികം വർഷങ്ങൾ സഭാപ്രവർത്തനങ്ങളുമായി സുവിശേഷ പ്രവർത്തനങ്ങളുമായി പാർക്കുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് പാസ്റ്റർ ടി ജോസഫ്. റാന്നി വടശ്ശേരിക്കര സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തെ ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും നമ്മളോട് അദ്ദേഹം സംസാരിക്കും. സ്വാഗതം ചെയ്യാം പാസ്റ്റർ ടി ജോസഫിനെ. പക്ഷേ കേരളത്തിൽ നിന്ന് വിശാഖപട്ടണത്ത് പോയി 40-ലധികം വർഷങ്ങളായി അവിടെ തന്നെ പ്രവർത്തിക്കുന്നു. റാന്നിയിൽ നിന്നാണ് പോകുന്നത്. വീട്ടുപേരെന്തുവാ റാന്നിയിലെ? ഞങ്ങളുടെ വീട്ടിൽ തോപ്പിൽ. ഓക്കെ. പാരമ്പര്യമായിട്ടൊരു പെന്തക്കോസ്ത് കുടുംബമായിരുന്നോ അതോ? അല്ല, ഞങ്ങൾ മർത്തോമായിരുന്നു. മർത്തോമ സഭയിൽ നിന്ന് കുടുംബം വിശ്വാസത്തിലേക്ക് വന്നോ അതോ പാസ്റ്റർ വിശ്വാസം? എൻ്റെ മാതാവ്, എൻ്റെ ഫാദർ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. ഓക്കെ. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ജ്യേഷ്ഠന്മാരോ സഹോദരന്മാരോ മറ്റാരുമില്ല. അപ്പൊ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നിലയിൽ ഒരുപാട് ജീവിത അനുഭവങ്ങൾ ഇവിടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ അമ്മ ഇങ്ങനെ വിശ്വാസ സ്നാനം സ്വീകരിച്ച് റാന്നി നെല്ലിക്കമണ്ണ് IPC സഭയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് പിന്നെ ഞാൻ മർത്തോമായിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ IPC സഭയിലേക്ക് വരികയും അവിടെയാണ് കൂടുതൽ എൻ്റെ സൺഡേ സ്കൂൾ പഠനമെല്ലാം അവിടെയാണ് നടന്നത്. ഈ അമ്മ വിശ്വാസത്തിലേക്ക് വരാൻ ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കേണ്ട സാഹചര്യം വന്നു. അങ്ങനെയുള്ള ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയപ്പം ഒരാശ്വാസം എന്നുള്ള നിലയിൽ അങ്ങനെയാണോ വിശ്വാസം? അതാണ് അങ്ങനെയാണ്. അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. അമ്മ ഈ കഴിഞ്ഞ 2020 നമ്മുടെ കോവിഡിന് മുമ്പ് അമ്മ മരിക്കുമ്പോൾ 84 വയസ്സുണ്ട്. ഓക്കെ. അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നു. ബാല്യത്തിൽ തന്നെ അതുകൊണ്ട് സൺഡേ സ്കൂളൊക്കെ പഠിച്ചു വളരാനും അങ്ങനെ ഒരു വിശ്വാസ പാതയിൽ തന്നെ മുന്നോട്ട് പോകാനും സാധിച്ചു. എപ്പോഴാണ് ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു വിളി ഉണ്ടാകുന്നത്, അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? ഞാൻ കോട്ടയത്ത് ഒരു വർഷം നമ്മുടെ അപ്പച്ചന്റെ വീട്ടിൽ താമസിച്ച് പഠിക്കാൻ വീട്ടിൽ താമസിച്ച് പഠിക്കാൻ കർത്താവ് അവസരം തന്നു. എവിടെ പഠിച്ചു? കോട്ടയത്ത്. ഞാൻ കോട്ടയത്ത് MT സെമിനാറിൽ സ്കൂളിൽ പഠിച്ചു. അങ്ങനെ ഉള്ള ഒരവസരത്തിൽ അവിടെയുള്ള ആത്മീയ കൂട്ടായ്മകളൊക്കെ പങ്കെടുക്കാനിടയെ തുറന്നു. അപ്പൊ ഈ PM എന്തെങ്കിലും ബന്ധമോ? എങ്ങനെയാ PM വീട്ടിൽ വന്ന് താമസിക്കാൻ കാരണമായി? അന്ന് അപ്പച്ചനൊരു കൺവെൻഷന് വേണ്ടി വന്നു നെല്ലിക്കാമള്ള. അന്നേരം ഫിലിപ്പ് ജോസഫ് എന്ന് പറയുന്ന ഒരു അപ്പച്ചനാണ് അവിടുത്തെ പാസ്റ്റർ. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, പക്ഷേ പാസ്റ്റായിരിക്കും പറഞ്ഞത്, അപ്പൊ എന്നെ കൊണ്ടുപോയി പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ അപ്പച്ചൻ എന്നെ കൊണ്ടുപോവുകയും ഒരു വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ വന്ന് തിരിച്ചു വിളിച്ചുകൊണ്ട് പോകുന്നു. കാരണം അവിടെ ഉള്ള ബുദ്ധിമുട്ട്, അമ്മ അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാറുണ്ട്. 10 വർഷം എനിക്ക് അവിടെ താമസിക്കാൻ പറ്റുമോ? MT സെമിനാരി സ്കൂളിൽ ഏത് ക്ലാസ്സിലാണ് പഠിച്ചത്? 9ാം ക്ലാസ്സിൽ. അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പച്ചനുമായിട്ട് ഇങ്ങനെ പല യാത്രകളൊക്കെ ചെയ്യാനൊക്കെ ഇടയായി തന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു അന്തരീക്ഷത്തിൽ വെച്ച് അവിടെ വെച്ച് തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. അവിടെ ഒരു യൂത്ത് മീറ്റിംഗ് നടക്കായിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെ ഞങ്ങൾ 2 പേരെ സ്നാനപ്പെട്ടു. അങ്ങനെയാണ്. അതിന് ശേഷം ഒരു 3 ദിവസം കഴിഞ്ഞപ്പം കഠിനമായൊരു പനി എനിക്കുണ്ടായി. എഴുന്നേക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലായി തീർന്നു. 3ാമത്തെ ദിവസം വൈകുന്നേരം ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ ഈ മുറിക്കകത്തൂടെ ഇങ്ങനെ നടക്കുക. അതെന്താ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കുക എന്നോട് എന്താണ് പറഞ്ഞു. 100 രൂപ ഞാനോട് ചോദിച്ചു, 1 രൂപ കാണുന്നില്ല. അതിനു വേണ്ടി എന്നോട് പറഞ്ഞ 100 രൂപ വെച്ചു, 1 രൂപ കാണുന്നില്ല. 100 രൂപയിൽ 1 രൂപ കാണുന്നില്ല. അതിനുവേണ്ടി ഞാൻ ആ മുറി മൊത്തം നടക്കുന്നത്. അപ്പൊ ആരോ പോയി TG ഉമ്മച്ചനപ്പച്ചനൊക്കെ എന്നോടുണ്ട്, KC ജോൺ പാസ്റ്റർ, അതുപോലുള്ള ദേവദാസന്മാരോടുണ്ട്. ഉമ്മച്ചനപ്പച്ചനാ ഓടി വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ ഈ ദൃശ്യം കണ്ടപ്പം അപ്പച്ചൻ പറഞ്ഞു, ഈ കുഞ്ഞിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് അപ്പച്ചനാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അപ്പച്ചൻ വന്നു പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ എൻ്റെ പനി മാറുകയും ചെയ്തു. പിറ്റേ ദിവസം മുതൽ അവിടെയുള്ള മിക്കവാറും അവിടുത്തെ സൺഡേ സ്കൂൾ യൂത്ത് മീറ്റിങ്ങുകളൊക്കെ അവിടെ നന്നായി കർത്താവിനോട് കൂടി ഉണ്ടെന്നുള്ള തെളിവ് അപ്പോൾ തന്നെ എനിക്ക് അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ആ നാളുകളിൽ പഠിത്തം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? ഞാൻ പഠിത്തം കഴിഞ്ഞിട്ട് കുറച്ച് നാളുടെ ടൈപ്പ് ഷോർട്ട് ഹാൻഡ് ഒക്കെ പഠിച്ചു. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ്, എൻ്റെ അമ്മാച്ചന്മാരൊക്കെ ഗൾഫിലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞതനുസരിച്ച് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു. പക്ഷെ അവർ കൊണ്ടുപോയില്ലെങ്കിൽ എനിക്കൊരു ജോലി ലഭിച്ചു. മാവേലിക്കൊരു മുനിസിപ്പൽ റെസ്റ്റ് ഹൗസ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള മുനിസിപ്പൽ റെസ്റ്റ് ഹൗസ് ജോലി കിട്ടി. പക്ഷെ എനിക്ക് അവിടെ അധികമായിട്ട് അവിടെ ജോലി ചെയ്യാൻ പറ്റിയില്ല. കാരണം അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അവിടെ വ്യത്യസ്തമാണ്.
ചെറുപ്പം തൊട്ട് ഒരു ഭക്തി മാർഗത്തിൽ വളർന്നത് കൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വളരെ ഒരു ഗവൺമെന്റ് റെസ്റ്റ് ഹൗസില് അങ്ങനെ ഒരു ജോലി എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു. ബുദ്ധിമുട്ട് ജോലിയില്ല, അവിടുത്തെ സാഹചര്യങ്ങൾ നമ്മുടെ ആത്മീയ നിലവാരത്തിന് പറ്റത്തില്ല. ആ നിലയിൽ വന്നു 2-2.5 വർഷം ജോലി ചെയ്തുള്ളൂ. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ എനിക്ക് തോന്നിയത് പറ്റത്തില്ല. അങ്ങനെ ആ നിലയിൽ വന്നപ്പം മാനസികമായിട്ടൊക്കെ വലിയ ഭാരവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. ഞാൻ ചെയ്യുന്നത് ശരിയല്ല, ജോലിയുണ്ട്, ശമ്പളമുണ്ട്, അവിടെ വരുന്ന ആൾക്കാരൊക്കെ ടിപ്പൊക്കെ തരും, ഇഷ്ടംപോലെ പൈസയുണ്ട്, ഗവൺമെന്റ് ജോലിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം അതല്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ അത് വിട്ടിട്ട് ഞങ്ങളുടെ പാസ്റ്റർ പേരും പി എം ഫിലിപ്പ് എന്നാണ്, വടശ്ശേരിക്കര. പുള്ളി മരിച്ചു പോയി. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ശരിയാവത്തില്ല, ഞാൻ കർത്താവിൻ്റെ ഞാൻ പൂർണ്ണസമയം ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല, കുറച്ച് നാൾ ദൈവവചനം പഠിക്കണം. കാരണം എപ്പോഴും എനിക്ക് ദൈവവചനം പഠിക്കുക, എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം മാത്രമേ എനിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ കുറച്ച് നാൾ ദൈവവചനം പഠിക്കുക, പിന്നെ ദൈവഹിതം പോലെ നടക്കട്ടെ. അങ്ങനെയാണ് മല്ലപ്പള്ളി പോയി. മല്ലപ്പള്ളിയിലാണ് പിന്നീട് ദൈവവചനം പഠിക്കുന്നത്. IPC സിയോൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരുന്നു അന്ന്. സിയോൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവിടെ പാസ്റ്റർ ജോർജ് വർഗീസ്. യെസ്. അങ്ങനെ അവിടെ പഠിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് പോയി. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞു. മാരേജ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ CC അബ്രഹാം പാസ്റ്റർ. ഭാര്യയുടെ പേരെന്തുവാ? സോഫി. അവർ ആര്യങ്കാവ്, പുനലൂർ ആര്യങ്കാവ്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ CC അബ്രഹാം പാസ്റ്റർ കേട്ടത്. പുള്ളി നമ്മുടെ അടുത്ത് വടശ്ശേരിക്ക് ഞങ്ങളുടെ തൊട്ടടുത്ത പുള്ളിയുടെ വീട്. അങ്ങനെ പുള്ളിയുമായിട്ടുള്ള ബന്ധം. പുള്ളി അപ്പോൾ എന്നോട് പറഞ്ഞിങ്ങനെ, ശരണത്ത് ആന്ധ്രയിലൊരു നല്ല നമുക്ക് അവിടെ പ്രവർത്തിക്കാൻ സാഹചര്യങ്ങളുണ്ട്. വിജിറ്റേറ്റർ സംഘം എന്ന് പറയുന്നതും അദ്ദേഹവും ഞങ്ങളുടെ ചർച്ചിലെ മെമ്പറാണ്. പർവ്വതത്തിൽ, അതായത് പിന്നെ വിശാഖപട്ടണത്ത് നേരത്തെ തന്നെ PJ ടൈറ്റസ് എന്ന് പറയുന്ന പാസ്റ്റർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 83 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്. പുള്ളി നമ്മുടെ തുടങ്ങിയതേ ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹത്തിന്റെ കൂടെ അവിടെ ചെന്ന് ഇദ്ദേഹം എന്നെ കൊണ്ടുപോകും. നമ്മുടെ CC അബ്രഹാം പാസ്റ്ററാണ് എന്നെ അവിടെ കൊണ്ടുവന്ന് വരിക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഫാദറേയും മദറേയും എല്ലാവരെയും അറിയാം. കാരണം പർവ്വതത്തിലെ പുത്താനപ്പുറം എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അദ്ദേഹത്തെ, വിജയ സംഘങ്ങളുടെ ഫാദറിനെ. അപ്പോൾ അദ്ദേഹം എല്ലാം ഉൾപ്പെട്ടൊരു സഭയാണ് ഞങ്ങളുടെ സഭ. അപ്പം പറഞ്ഞു, അതുപോലെ തന്നെ സംഘങ്ങളുടെ അവിടെ പ്രവർത്തനം തുടങ്ങി എന്നുള്ള നിലയിലാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അവിടെ പോയത്. ഓക്കെ. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചു. 1 മാസം അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ 1 മാസം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വന്നു. CC അബ്രഹാം. അച്ഛൻ അവിടെ PJ ടൈറ്റസിന്റെ കൂടെ താമസിച്ചു. PJ ടൈറ്റസിന്റെ കൂടെ ആ പ്രവർത്തനത്തിലാണോ ഇപ്പോഴും? അല്ല. 1 വർഷം, ഏകദേശം 1 വർഷം അദ്ദേഹം ഞങ്ങൾക്ക് 1 മാസം തോറും വാടകയ്ക്ക് അല്പം ഹെൽപ്പ് ചെയ്യുമായിരുന്നു. എന്നാലും ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളമുള്ള എങ്ങനെയാ പ്രവർത്തിക്കണമെന്ന് അറിഞ്ഞുകൂടാ. പുതുതായിട്ട് ബൈബിൾ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് ചെല്ലുന്നതാ. പിന്നെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കിലെ ഈ ലഹലകളൊക്കെ കൊണ്ടുപോയി പലർക്കും കൊടുക്കും. പക്ഷെ ഭാഷ അറിഞ്ഞുകൂടാ. ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞങ്ങളെ ഗ്നാഗ്യം കാണിക്കും, വായിക്കാൻ പറഞ്ഞ് അങ്ങനെ പോവും. 1 വർഷമായിട്ടും ഒരു സഭയ്ക്ക് അവിടെ ഒരു 5-8 പേരുണ്ടായിരുന്നു. അതിൽ 2-3 പേര് എല്ലാ ആഴ്ചയിലും വരത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ വന്നൊരു സാഹചര്യം വന്നപ്പം അദ്ദേഹത്തിനും താല്പര്യം തോന്നി. എന്നോട് ദിവസം വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ താമസിക്കുന്ന ഗാജുവാക്ക് എന്ന സ്ഥലത്താണ്, ഗാജുവാക്കിലെ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് സഡനായിട്ട് എൻ്റെ മിസ്സസ് അന്ന് ഹോസ്പിറ്റലാണ്. എൻ്റെ മൂത്ത മകന് പിന്നെ ഡെലിവറിയോടനുബന്ധിച്ച് പുള്ളിക്കാരത്ത് ഹോസ്പിറ്റലാണ്. അങ്ങനെ ഹോസ്പിറ്റലായി ഇതായി കഴിഞ്ഞപ്പം അന്ന് ഞങ്ങൾക്ക് അവിടുന്ന് ടൗണിൽ നിന്നൊരു കൊച്ചു ബ്രദർ എന്ന് പറഞ്ഞൊരു ബ്രദർ വരുമായിരുന്നു. അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഭാഷയെ ഒന്ന് ടൈറ്റസങ്ങളുടെ അടുത്തൊന്ന് പോകും, കാരണം ഇങ്ങനെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. കാരണം മോനെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ ഇനിയും മോനെ അമ്മയുടെ വീട്ടിൽ കൊണ്ടുപോകണം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്തെങ്കിലും ഒരു ഇച്ചിരി ഹെൽപ്പ് ചെയ്യാതിരിക്കത്തില്ലല്ലോ, ഒന്ന് പോകാൻ എന്നോട് പറഞ്ഞു. ഞാനങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അദ്ദേഹം ഈ വെസലിൽ പിന്നെ ഷിപ്പിംഗ് വെസൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവർ ഈ വെസൽ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-40 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ എന്നോട് തലേദിവസം വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ നാളെ പോകും, വെസലിൽ പോകും, പാസ്റ്റർ പോകാൻ പറഞ്ഞിട്ടാണ് പോയെന്ന്. പുള്ളിയുടെ വീട് തൊട്ടടുത്തുമാണ്. എന്തെങ്കിലും ആവശ്യമുണ്ട് പുള്ളിയുടെ മിസ്സസിനോട് പറയാനും പറഞ്ഞിട്ടാണ് പുള്ളി പോയത്. ഞാനങ്ങനെ പിറ്റേ ദിവസം രാവിലെ ടൈറ്റസങ്ങളുടെ അവിടെ ചെന്നപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു,
അവിടുത്തെ ഞാൻ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അവിടെ ചെന്നതാ. അദ്ദേഹം പറഞ്ഞു എനിക്ക് അവിടുത്തെ വേലയിൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ അതുപോലെ തന്നെ തിരിച്ചു പോന്നു. എനിക്ക് തിരിച്ചു വരാനായിട്ട് വണ്ടിക്കൂലിക്കുള്ള പൈസ കഷ്ടിച്ചതിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തിരിച്ചു വന്ന അവിടെ ആ ഹോസ്പിറ്റലിൻ്റെ വെയിറ്റിംഗ് ഷെഡിൽ ഞാനിങ്ങനെ ഇരിക്കുക, എന്ത് ചെയ്യണം ഇനിയും. കാരണം നമ്മുടെ ചർച്ചിലെ അനുഭവം നോക്കിയാൽ നമ്മുടെ വിശ്വാസങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ 5-8 പേരേ ഉള്ളൂ. എങ്ങനെ കൊണ്ടുപോകും കാര്യങ്ങൾ? ഇനിയിപ്പോൾ ഇവർ സപ്പോർട്ട് നിർത്തി കഴിഞ്ഞാൽ എന്താണ് അടുത്തത്? ഇരിക്കാൻ പറ്റുമോ? ഞാൻ വേറെ തരത്തിലൊന്നും ചിന്തിച്ചില്ലായിരുന്നല്ലോ. ചിന്തിക്കാത്ത ഉണ്ടായ ഒരു അനുഭവമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നിങ്ങനെ തല കുമ്പിട്ടിങ്ങനെ ഇരിക്കുമ്പം ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പം ഈ കൊച്ചുബ്രദർ തന്നെ മുന്നേ നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്നോട് തലേ ദിവസം യാത്ര പറഞ്ഞിട്ട് പോയ ആളാണ്. അപ്പോൾ എന്നോട് ഞാൻ ഒട്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു എന്താ പക്ഷേ പോയില്ലേന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ പോയി, അങ്കിളിങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. എന്താ കാര്യം എന്താ ഞാൻ ചോദിച്ചില്ല. അദ്ദേഹം തൊട്ട് പറഞ്ഞുമില്ലെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചിങ്ങി പോകുന്നു. അങ്ങനെ സാരമില്ല, വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വെസലിലെയൊക്കെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചോണ്ടാണ് പോകുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം പോലെ മുഴുവൻ വാങ്ങിച്ചോണ്ടാ പോകുന്നത്. 10-40 ദിവസം അവിടെ മീൻപിടുത്ത ബോട്ടിൽ കഴിയേണ്ടതിനാണ്. അപ്പം കുറച്ച് തേങ്ങ കൂടെ വാങ്ങിക്കാൻ വേണ്ടി അത് കിട്ടിയില്ല. അതിനു വേണ്ടി പുള്ളി നിന്നത്. അപ്പം ഒന്നുകൂടെ അമ്മാമ്മയും മോനെ കൂടെ കണ്ടിട്ട് പോകാമെന്ന് ചിന്തിച്ചിട്ട് വീട്ടിൽ ഹോസ്പിറ്റലിൽ വന്ന അദ്ദേഹം വന്നപ്പോഴാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അപ്പം പറഞ്ഞു ഭാഷ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് തേങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന പൈസ പേഴ്സോട് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. പേഴ്സ് പിന്നെ വീട്ടിൽ സിസ്റ്ററെ കൊടുത്തേര് എത്ര പൈസയുണ്ടോ പാസ് മോൻ്റെയും കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. 2000 രൂപ ഉണ്ടായിരുന്നു അന്ന് ആ പേഴ്സിൽ. അന്നത്തെ കാലത്ത് 1985. എനിക്ക് കിട്ടുന്നത് മാസം തോറും 300 രൂപയായിരുന്നു. എൻ്റെ വിശ്വാസയാത്ര ആരംഭിക്കുക അവിടുത്തെ. ഞാൻ ഒരു ഇൻഡിപെൻഡന്റ് പ്രവർത്തനം ചെയ്യാനായിട്ട് ഒരിക്കലും ഉദ്ദേശിച്ച ഒരു വ്യക്തിയല്ല. എന്നാൽ ദൈവം എന്നെ കൊണ്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് പിൽക്കാലത്തെ പല സംഭവങ്ങൾ കൂടി എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ സ്ഥലത്ത് നിന്ന് വിട്ടുപോയില്ല. അവിടെ തന്നെ നിന്നു. പിന്നെ അവിടെ നിൽക്കാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തുകാരെ കുറേ ആന്ധ്രാക്കാർ കുറച്ച് ആൾക്കാരെ വരാൻ തുടങ്ങി. എനിക്ക് തെലുങ്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ തെലുങ്ക് അറിയാവുന്ന ഒരു സഹോദരൻ വരികയും ട്രാൻസ്ലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പുള്ളി ജോലിയോടനുബന്ധിച്ച് പുള്ളി ചിലപ്പോഴൊക്കെ വരത്തുള്ളൂ. അപ്പം അങ്ങനെ ഇരുന്ന് പഠിക്കേണ്ടി വന്നു. തെലുങ്ക് പഠിച്ചപ്പം അപ്പോൾ അവരുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവരെ ആരാണ് ക്രിസ്തുവിലൊക്കെ നടത്തുന്നത്, അവരൊരു പിതാവിനെ പോലെ അവർ കാണുന്നത്. അപ്പോൾ അവർ പിന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ അവർ പോയി ചെതറിപ്പോകും. പിന്നെ അവർ നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അടുത്തൊരു പാസവും ശ്രൂഷ സന്തോഷമാണ് അവർക്ക്. പക്ഷെ അവർക്ക് അങ്ങനെയല്ല. അവർക്ക് ആ ആള് തന്നെ ആയിരിക്കണം. അവർക്കൊരു പിതാവായി അവരുടെ വിഷയങ്ങളെല്ലാം. കാരണം അവർക്ക് നമ്മളെ പോലുള്ള ഒരു വിഷയമല്ലല്ലോ. അവരുടെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അവരൊരു പുതിയതായിട്ട് ഒരു കസര വാങ്ങിച്ചാൽ നമ്മൾ പോയി പ്രാർത്ഥിക്കണം. എല്ലാ കാര്യത്തിനും നമ്മൾ അവരോട് കൂടി ഉണ്ടായിരിക്കണം. ഓരോ ദേശത്തെ വിശ്വാസികൾ ഓരോ രീതിയിൽ അവരുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിന്റെ ഒക്കെ പ്രത്യേകത കൊണ്ടായിരിക്കാം. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പല സഭകളിലും പാസ്റ്റേഴ്സ് പണ്ടൊക്കെ എല്ലാ ആഴ്ചയിലും വീട്ടിൽ ചെല്ലണമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു മാസത്തിലൊരിക്കൽ പോലും പാസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നില്ല, വീട്ടിൽ പോകേണ്ട കാര്യമില്ല. എങ്കിലും ആ സഭാജനങ്ങൾക്ക് അങ്ങനെ പാസ്റ്റർ എല്ലാ ആഴ്ചയും വന്നോണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നും ഇപ്പൊ ഇല്ലല്ലോ. എന്നാൽ മറ്റേത് അങ്ങനല്ല. അവർക്ക് കുറച്ചും കൂടെ ഇന്റിമസി ആളുകളുമായി പാസ്റ്റേഴ്സുമായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതുണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ വേണം. അവരുടെ മക്കൾ വിവാഹമൊക്കെ ആലോചിക്കുന്ന സമയത്ത് ആരംഭ സമയം തൊട്ട് നമ്മൾ ഉണ്ടായിരിക്കണം. അവർ നമ്മുടെ അടുക്കൽ നിന്നാണ് അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കുന്നത്. നമ്മൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച കാര്യങ്ങൾ പറയുന്നത്. കാരണം ഇവര് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനാപൂർവ്വങ്ങൾ ആ കാര്യങ്ങൾ പറയേണ്ടത്. നമ്മളെ പറഞ്ഞ് അവർ തെറ്റായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് സക്സസ് ആയില്ലെങ്കിൽ പിന്നുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ചർച്ചിൽ വരത്തില്ലെന്ന് മാത്രമല്ല, പിന്നെ അവർ ദൈവത്തിൽ നിന്ന് പോലും അകന്നു പോകും. സത്യത്തിൽ ഈ വിശാഖപട്ടണം എന്നൊക്കെ പറയുന്ന ഈ സ്ഥലം ഇപ്പൊ ധാരാളം സഭകളുള്ള ഒരു മേഖലയല്ലേ? ഇപ്പോൾ ഇഷ്ടം പോലെ. അന്ന് പാസ്റ്റർ തുടങ്ങുന്ന കാലത്ത് ഒന്നും ഇല്ല. കാര്യമായിട്ട് അന്നൊരു മലയാളി സഭയുണ്ട് ശ്രീഹരിപുരം എന്ന സ്ഥലത്ത്. ഒരു അവിടുത്തെ നേവിയിലെ സഹോദരങ്ങളെല്ലാം ചേർന്നിരുന്നു. അത് ഞങ്ങൾക്ക് ഒരു 3-4 കിലോമീറ്റർ ദൂരമാണ്. ഞങ്ങളുടെ ഏരിയയിൽ ആരും ഇല്ലായിരുന്നില്ല. പാസ്റ്റർ സഭ ഇരിക്കുന്ന സ്ഥലത്തിന്റെ പ്രോപ്പർ പേര് രാജുവാക്ക. അത് സ്റ്റീൽ സിറ്റി എന്ന് പറയും. അത് തൊട്ടടുത്താണ് സ്റ്റീൽ പ്ലാന്റ്. അതുകൊണ്ട് അത് ഏരിയ അവിടെ കൂടുതലും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, സ്റ്റീൽ പ്ലാന്റ് ചെയ്യുന്ന ആൾക്കാരാണ്.
അപ്പൊ ഇപ്പം അത് മലയാളികളുടെ സഭയാണോ അതോ തെലുങ്കരുടെ തെലുങ്ക സഭയാണ്. പൂർണ്ണമായിട്ടും തെലുങ്കിലാണ്. മലയാളീസ് ഉണ്ട്, അവർക്ക് തെലുങ്ക് അറിയാം. അവർക്കും സന്തോഷം, അവരും അതിന് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഉള്ളി മലയാളത്തിൽ വേണമെന്ന് ആഗ്രഹിച്ച ആളുകൾ അവർ മലയാളത്തിൽ. ഈ ആദ്യഘട്ടത്തിൽ ഈ ഒരു സഭ ഡെവലപ്പ് ചെയ്യുന്ന ഘട്ടത്തിൽ വല്ലാതെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കാണുമല്ലോ. ദൈവം നടത്തി. ആക്ച്വലായിട്ട് അവിടെ ഗജുവാക്കയിൽ അല്പസ്ഥലം വാങ്ങുവാൻ ദൈവം സഹായിച്ചു. സ്ഥലം വാങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ടൈറ്റസംഗളിനെ കാണാൻ പോയപ്പം ഞാൻ എൻ്റെ ആഗ്രഹം, പുള്ളി മുഖാന്തരം ഇവിടെ വന്നത് കുറച്ച് നാൾ അദ്ദേഹം എനിക്ക് സപ്പോർട്ട് ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ തന്നെ ചർച്ച ഡെഡിക്കേറ്റ് ചെയ്യണം, ക്ഷണിക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ ചില തെറ്റിദ്ധരിപ്പിച്ച ജോസഫ് എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പിന്നീട് എന്നോട് പറഞ്ഞു. പിന്നെ പുള്ളി മരിക്കുന്ന സമയം വരെ, ആൻറ്റി മരിക്കുന്ന സമയം വരെ വലിയ സ്നേഹബന്ധമായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളെ അപ്പോഴത്തേക്ക് 7-8 വർഷം കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, ആ ബന്ധം നമുക്ക് മുന്നോട്ട്, ആത്മീയ ബന്ധം ഉണ്ടായിരിക്കും, നിശ്ചയമായിട്ട് ഏത് ആവശ്യത്തിന് ഞാൻ വരാം. അദ്ദേഹം വന്നിട്ട് ചർച്ച ഉദ്ഘാടനം ചെയ്തു. അത് വാങ്ങുന്ന സമയത്ത്, ആ സ്ഥലം വാങ്ങുമ്പോൾ എല്ലാം കൂടെ ഉണ്ടായിരുന്നത് 3500 രൂപ കയ്യിലുണ്ടായിരുന്നു. ആ സ്ഥലത്തിന് തന്നെ 36,000 രൂപയാണ്. ഇന്ന് അതിന് ആ ഏരിയയിൽ ആ സ്ഥലം വേണമെങ്കിൽ ഒരു സെൻറ്റ് സ്ഥലത്തിന് 1.5 ലക്ഷം രൂപ കൊടുക്കണം. അങ്ങനെ നമ്മൾ താമസിക്കുന്ന ഏരിയ, നമ്മൾ ചെറിയൊരു 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. പക്ഷെ എന്നാൽ നമുക്ക് നീളത്തിലും അതിൻ്റെ രീതിയിൽ നമുക്കത് കിട്ടി. അപ്പം അതൊരു മർത്തോമാക്കാരനായ ഒരു അച്ഛനുണ്ടായിരുന്നു. പുള്ളി എന്നെ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു, പാസ്റ്റർ സ്ഥലം വാങ്ങിക്കാൻ പോകാമെന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു നല്ലൊരു തുക തന്നു. അതുപോലെ പലരും അപ്പോഴത്തേക്ക് നമ്മൾ സഭയിൽ നിന്ന് യമന്, ഇറ്റലി, അമേരിക്ക തുടങ്ങിയ അവിടെ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട ആളുകൾ പലരും പല സ്ഥലങ്ങളിലേക്ക് കടന്നു കർത്താവ് ഇടയാക്കി. അവരൊക്കെ കൂടി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ആ ചർച്ചയുടെ പണിയാനിടയായെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പം 40 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടുന്ന ചില സംഭവങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആ സഭയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിപരമായ ജീവിതത്തിലും കാണുമല്ലോ. അങ്ങനെ പറയാവുന്ന ചില കാര്യങ്ങളൂടെ പറഞ്ഞാൽ. ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാൽ ദൈവം എത്ര അതിശയമായിട്ടാണ് നമ്മളെ നടത്തുന്നത് എന്നുള്ളതിന് എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് അനുഭവം, ഞങ്ങളുടെ കുടുംബമായിട്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ പോലും അവരുടേതായ ആവശ്യങ്ങളെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് അവർ. കാരണം അന്ന് നമുക്ക് പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നുമില്ല. സ്കൂളുകളിലെ ഫീസിന് ഉള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ കുഞ്ഞുങ്ങളിരുന്ന് പ്രാർത്ഥിക്കും. രാത്രിയിലൊക്കെ 2 മണിക്കും 3 മണിക്കൊക്കെ കുഞ്ഞുങ്ങളെന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കും, പപ്പ പ്രാർത്ഥിക്കും. ഒരാവശ്യങ്ങൾ എന്തെങ്കിലും അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു അസുഖം വന്നാൽ അവർ ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാളും പപ്പ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നിലയിൽ അവരുടെ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. അവരിന്നും മൂത്ത മകൻ കർത്താവ്, അവൻ്റെ 29ാമത്തെ വയസ്സിൽ അവന് മരണപ്പെടുവാനിടയായി തീർന്നു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. മരിക്കുന്ന സമയം വരെയും ആ മോനും കർത്താവിൽ ആശ്രയിച്ച് തന്നെ മുന്നോട്ട് പോകുവാണ്. എത്ര പേര് മക്കള്? 2 ആൺകുട്ടികൾ. ഇളയ മോനും അവന് പഠിക്കുന്ന സമയത്തും ജോലിയോട് ബന്ധിച്ചും എല്ലാം പ്രാർത്ഥനയിൽ കൂടിയാണ് അവർക്കത് കിട്ടിയെന്നുള്ള നല്ല ഒരു ബോധ്യത അവർക്കുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവം എന്ന് പറയുന്ന ഏറ്റവും എനിക്ക് എടുത്തു പറയേണ്ടത്, എൻ്റെ കുഞ്ഞുങ്ങൾ അവർ കർത്താവിനെ വിട്ടു പോയില്ല. അവർ കർത്താവിനായിട്ട് പ്രവർത്തിക്കുന്നു. ഇന്നും അവന് സീനിയർ മാനേജറായിട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും കർത്താവിന് വേലയ്ക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ താല്പര്യം കൊടുക്കുന്നത്. അങ്ങനെ പല സ്ഥലങ്ങൾ കടന്നു പോവുകയും പല ദൈവദാസന്മാർക്കും ഞാൻ അറിഞ്ഞും അറിയാതെയും മോനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കൈത്താങ്ങൽ കൊടുക്കുകയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന വിഷയത്തിലായും എല്ലാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്തെന്ന് പറയുന്നത് അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, അവിടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട മലയാളീസ്, തമിഴായ സഹോദരങ്ങളുണ്ട്. അവരൊക്കെയും ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ഞാൻ പല പ്രാവശ്യം ദുബൈയിൽ ഒക്കെ പോയിട്ടുണ്ട്, കുവൈറ്റിൽ പോയിട്ടുണ്ട്. നമ്മുടെ ചർച്ചിലെ ആളുകൾ എന്നെ കൊണ്ടുപോയത്, അവർ തന്നെ കാര്യങ്ങൾ ക്രമീകരിച്ച് അങ്ങനെ കൊണ്ടുപോയിച്ചത്. അവിടെ കടന്നു ചെല്ലുന്ന സമയത്ത് ആ സഭയിലുള്ള ആളുകൾ, ആ പാസ്റ്റേഴ്സ്, അവിടെയുള്ള വിശ്വാസമുള്ള തന്നെ സ്വർണ്ണത്തുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാ നിലകളിലും ഒരു ആത്മീയമായിട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമൊക്കെ താങ്കൾ വരുന്നതും എല്ലാം അവർ സന്തോഷം പറയുമ്പോൾ എനിക്ക് അതിൽ വളരെ സന്തോഷം തോന്നാറുണ്ട്. സെൻറ്റ് ജോസഫ് പാസ്റ്റർ സഭയിൽ ഉണ്ടായിരുന്നു. അവർ മുഖാന്തരമായിട്ട് എനിക്ക് അവിടെ പോകാനും അവിടെ ചില അദ്ദേഹമായി പരിചയപ്പെടാനും അദ്ദേഹത്തെ വിശകലനത്തിൽ ക്ഷണിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം കിട്ടിയത്. അദ്ദേഹം കടന്നു വന്നൊരു 4 വർഷത്തോളം അദ്ദേഹം തുടർച്ചയായി കടന്നു വരികയും
അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ സഹായിക്കുകയും ചെയ്തു. എല്ലാം മിക്കവാറും അവിടെ ഷാർജ IPC സഭയിൽ ഈ അവിടുത്തെ AGA സഭകളിലൊക്കെ ഇവിടെ നിന്ന് പോയി ഇവിടെ സ്നാനപ്പെട്ട ദൈവമക്കൾ ഇവിടെ ഉണ്ട്. അവരും ആത്മീയമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങൾ അവരൊക്കെ അടുത്തറിഞ്ഞിട്ടുള്ള ആളുകളാണ്. കാരണം ഞാൻ അവിടെ കർത്താവിൻ്റെ കൃപ, അവിടെയുള്ള നല്ല സമ്പന്നരായ സമുദായക്കാരൊക്കെ ഇന്നും അധികമായി സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ആരുടെയും ഒരു വീടുകളിൽ പോയിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടി അന്ന് പോയിട്ടില്ല, ഇന്ന് പോകേണ്ട ആവശ്യം കർത്താവ് തന്നിട്ടുമില്ല. അതുകൊണ്ട് അവരെന്നെ വിളിച്ച് വളരെ നിർബന്ധിച്ചിട്ടുണ്ട് പലപ്പോഴും. പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വാ, പാസ്റ്റേഴ്സ് പലരും വരുന്നുണ്ടോ, പാസ്റ്റർ എന്താ വരാത്തത്? പറഞ്ഞു വരാം, ഞാൻ വരാമെന്ന് അങ്ങനെ ചിരിച്ചു പറഞ്ഞു. അവർ തന്നെ ഞങ്ങൾക്കൊരു യാക്കോബയിലെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മാസം അരിയും പഞ്ചസാരയും വാങ്ങിച്ച ആൾക്കാരുടെ കൊടുത്തു വിടുമായിരുന്നു. യാക്കോബയിലെ ഒരു ആൻറ്റി. അപ്പം അങ്ങനെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് എത്ര നല്ലതാണെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങൾ പലപ്പോഴും അവർക്ക് ചെറുപ്പകാലങ്ങളിൽ വേണ്ടുന്നതായ നല്ല പോഷകാഹാരമൊന്നും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ടുണ്ട്. വാടക കെട്ടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും നിലനിർത്തി ദൈവം. ഞാൻ നിന്നു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, ദൈവം നിലനിർത്തി. അതുകൊണ്ട് ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളും വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചാണ്. നമ്മൾ ജീവിക്കണം, നമ്മുടെ സാക്ഷ്യമാണ് നമ്മുടെ പ്രസംഗത്തെക്കാളും ആളുകളെ ആകർഷിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരുപാട് മർമ്മങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ട് അത് ആൾക്കാരെ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. പക്ഷെ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കണമെങ്കിൽ നമ്മുടെ ജീവിതമായിരിക്കണം. ഓക്കെ, പാസ്റ്ററുടെ അനുഭവങ്ങൾ പറഞ്ഞ മോന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞു. 29-ാമത്തെ വയസ്സിൽ മോൻ ഹൃദയസ്തംഭനം മൂലം മരണമടഞ്ഞു. സത്യത്തിൽ ആ ഒരു വേദനാപൂർണമായ ഒരു അനുഭവത്തെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ദൈവത്തോടൊരു ചോദ്യമില്ലേ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? മോന് ബാംഗ്ലൂരിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞ് മിസ്സസ് മോൻ്റെ, അതായത് ഞങ്ങളുടെ മരുമകൾ ഡെലിവറിക്ക് വേണ്ടി അവരുടെ അമ്മ അവിടെ പോയി നിൽക്കുന്ന സമയത്താണ് മോന് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ മോൻ്റെ അടുത്ത് മോന് വേണ്ടുന്ന ആഹാരമൊക്കെ പാചകം ചെയ്യാനായിട്ട് മോനെ നോക്കാൻ വേണ്ടി, നോക്കാന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അവിടെ പോയിരുന്നു. അപ്പോൾ ഈ മോൻ എന്ത് ചെയ്തെന്നറിയാമോ, അവൻ മിക്കവാറും വെളിയിൽ നിന്ന് ആഹാരം കഴിക്കുന്നത്. അവൻ ചെറുപ്പം തന്നെ ഹാർട്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥനയിൽ കൂടെ അത്ഭുതകരമായ സൗഖ്യം കിട്ടിയതാ മോന് ചെറുപ്പത്തിൽ തന്നെ. അപ്പം തന്നെ ഞങ്ങൾ പറയാറുണ്ട്, മോനെ കർത്താവ് സൗഖ്യം തന്നാൽ നമ്മുടെ ആരോഗ്യം നോക്കണം. അപ്പം ദൈവം നമുക്ക് ഒരിക്കലും ദോഷം ചെയ്യത്തില്ല. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മയായിരിക്കും. ദൈവം ഒരിക്കലും ദോഷം ചെയ്യത്തില്ല. കാരണം മോന് വെളിയിൽ നിന്ന് ആഹാരം കഴിച്ച് കൊളസ്ട്രോൾ കൂടി, അതിന് നമുക്കൊരിക്കലും ദൈവത്തെ കുറ്റപ്പെടുത്താൻ സാധിക്കത്തില്ല ഇതിന്. അപ്പോൾ എത്ര ആയിരുന്നു മോൻ മരിച്ചിട്ട് എന്നെ വിവരം അറിയിച്ചിട്ട് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ആ ഡോക്ടറിനെ വഴക്ക് പറഞ്ഞു, മോനെ ശ്രദ്ധിക്കേണ്ട, ഇത്ര കൊളസ്ട്രോൾ ഉള്ള മനുഷ്യൻ. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്കറിഞ്ഞൂടാ, അവന് കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. ഞങ്ങളുടെ കൂടെ അടുന്ന സമയത്ത് അവനെ കാര്യങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം ഇവിടെ വന്ന സമയത്ത് അവനുള്ള അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു പറഞ്ഞു. അപ്പം ഞാൻ എല്ലാ ദിവസവും വിളിച്ച് ചോദിക്കും. മോൻ പറയും ഇല്ല പപ്പ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകാം, അല്ലെ പോയിട്ട് വെളിയിൽ നിന്ന് അങ്ങനെയൊന്നും കഴിക്കത്തില്ലെന്നൊക്കെ പറയും. പക്ഷേ അവന് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ വെളിയിൽ നിന്ന് കഴിച്ച് കൊളസ്ട്രോൾ കൂടി ഹാർട്ട് അറ്റാക്ക് വന്നു. അവൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എങ്കിൽ ഒരിക്കലും അത് ദൈവത്തെ നമുക്കൊരിക്കലും അതിനെ പഴയ പറയാൻ പറ്റത്തില്ല. എന്നാൽ അവിടെയും ദൈവം ആശ്വസിപ്പിച്ചു. മോനെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വിശരണത്തേക്ക് മോൻ്റെ ബോഡി കൊണ്ടുവരുവാനായിട്ട് എനിക്ക് അവിടുത്തെ കന്നഡ ഭാഷയെന്ന് പറഞ്ഞു, തെലുങ്ക് അറിയാമെങ്കിലും തെലുങ്കല്ലല്ലോ കന്നഡ. എന്നാൽ അവിടെ അനേക ദൈവമക്കൾ അവരെ കടന്നു വരികയും അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യാൻ തക്കണമുള്ള കാര്യങ്ങളൊക്കെ അന്നത്തെ ദിവസം തന്നെ മോനെ വിശരണത്ത് കൊണ്ടുവരാൻ, ആ ബോഡി കൊണ്ടുവരാൻ കർത്താവ് ഇടയാക്കത്തുള്ളൂ. ഞാൻ മോൻ മരിച്ചതിൻ്റെ ആ ആഴ്ചയിൽ തന്നെ ഡൽഹിയിൽ നിന്ന് ഒരു ബോഡി കൊണ്ടുവരാനായിട്ട് 16 ദിവസം എടുത്തു. ഫോർമാലിറ്റീസ് എല്ലാം, കാരണം അവിടെ നിന്നായി പിന്നെ ഫ്ലൈറ്റിലാണല്ലോ കൊണ്ടുവരേണ്ടത്. അതിനൊക്കെയുള്ള പെർമിഷനുകളും കാര്യങ്ങളും ഒക്കെ കിട്ടാനോ എന്തോ എനിക്കറിഞ്ഞുകൂടാ. അത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് ആ ബോഡി കൊണ്ടുവരുന്നത്.
പക്ഷെ ദൈവത്തിൻ്റെ കൃപ ആ മോനെ അങ്ങനെ കൊണ്ടുവരാനും തന്നെ ഒരുപാട് മോനെ കൊണ്ടുവന്നു കഴിഞ്ഞ സമയത്ത് വിശാലത്തുണ്ടായിരുന്നതായ മലയാളികൾ ജാതിമത ഭേദമന്യേ ഇത്രമാത്രം അവരെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും സ്നേഹിക്കുന്നുണ്ടെന്നും മോൻ്റെ ആ മരണസമയത്ത് എനിക്ക് ഹിന്ദുക്കൾ മുസ്ലിംസ് ഒരു മുസ്ലിം സഹോദരൻ രാവിലെ വന്നിട്ട് വൈകിട്ട് അദ്ദേഹം പോകുന്നത് എൻ്റെ അടുത്ത് വന്നിരുന്ന പാസ്റ്റർ വിഷമിക്കേണ്ട സാധാരണ അവരൊക്കെ ചോദിക്കുന്നത് നിങ്ങളുടെ ദൈവം എന്ത് ചെയ്തെന്ന് അവരാ ചോദിക്കേണ്ടത് പക്ഷെ അവരാരും ചോദിച്ചില്ലെന്നുള്ളതാണ് കാരണം അങ്ങനെ ഒരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ ദൈവമക്കളിൽ നിന്നും മറ്റുള്ള പ്രിയപ്പെട്ടവരിൽ നിന്നും ഒക്കെ ലഭിച്ചു ദൈവം ബലപ്പെടുത്തി. ഓക്കെ, പാസ്റ്റർ ഇപ്പോൾ പാസ്റ്ററുടെ ഒരു പുസ്തകം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പുസ്തകം എഴുതുന്നത് അല്ലേ? ഞാൻ ആദ്യം ഒരു കവിത എഴുതി, അത് നമ്മുടെ ജ്യോതിസ് മാസി വന്നിട്ടുണ്ട്, നമ്മുടെ സാജീവ് മാത്യു കുറിയെന്ന് പറയും. അവിടെ ഒരു 4-5 കവിതകൾ ഉണ്ടായിരുന്നത്, അതിൽ ഒരു കവിത തിരഞ്ഞെടുത്ത് പ്രസിദ്ധീകരിച്ചു. പിന്നെ എൻ്റെ അറിവിൽ പിന്നെ ആ ജ്യോതിസ് മാസിക കണ്ടിന്യൂ ചെയ്തില്ലെന്ന അതാണ് ആദ്യം. അതിനുശേഷം പിന്നെ ചില സെക്യുലർ മാസികകളിലും വീക്കിലുകളിലൊക്കെ ചെറുപ്പകാലത്ത് ചെറിയ കഥകൾ ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്നാൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു പുസ്തകം ഇപ്പോഴാണ് പ്രസിദ്ധീകരിപ്പിനിടയിൽ തുറന്നത്. അതിൻ്റെ കണ്ടന്റിനെ കുറിച്ചൊന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ലേഖ ദേവദാസന്മാരുടെ സഭകളിലൊക്കെ പോയിനിടയായി തോന്നിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ സ്നേഹമൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, പരസ്പര കൂട്ടായ്മയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ പ്രത്യേകിച്ച് നെല്ലിക്കാമണ സഭയിലെ കണ്ട ഒരു സ്നേഹവും ഐക്യതയും ആ കൂട്ടായ്മയും ആ മാധുര്യവും അന്നത്തെ ആരാധനയും ഒരു പക്ഷെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് മനുഷ്യർക്ക് കുറേ പിന്നെ അവരുടേതായ ചിന്തകളിൽ വ്യത്യാസതകളൊക്കെ ഉണ്ടാകാം. പക്ഷെ മനുഷ്യൻ പരസ്പരം ബന്ധപ്പെടുന്നതിന് എന്താ ബുദ്ധിമുട്ടോ? പരസ്പരം സ്നേഹിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ടോ? പരസ്പരം കൈത്താങ്ങൽ കൊടുക്കുന്നതിന് എന്താ ബുദ്ധിമുട്ടോ? ഇപ്പം പരസ്പരം നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത കാര്യങ്ങളെ പോലും എവിടെയുള്ള കേട്ടുകൾ അനുസരിച്ച് തമ്മിൽ എന്താണ് മറ്റൊരു വ്യക്തിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്താനോ അല്ലെ ആ വ്യക്തിയെ ഇല്ലായ്മപ്പെടുത്താനോ ഒക്കെ പല കാര്യങ്ങൾ നമ്മളിതെല്ലാം നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങൾ വിട്ടുകളയുന്നോ? അതുകൊണ്ടല്ലേ നമുക്ക് ആത്മീയം വേണം, നമ്മൾ അന്യഭാഷ ദൈവത്തെ ആരാധിക്കണം, അതൊക്കെ നല്ലതാണ്, നമ്മുടെ ആത്മീയ വർധനയ്ക്കും അതൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം വളരെ എൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ച ഒരുപാട് സംഭവങ്ങളുണ്ടെന്ന് ഞാനിപ്പം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കേവലം കേട്ടുകേൾവിയെ മാത്രം ആധാരമാക്കി എനിക്ക് അറിയാവുന്ന ചില വ്യക്തിപരമായിട്ട് അറിയാവുന്ന ചില വ്യക്തികളെ പോലും ബലിയാടാക്കിയിട്ടുള്ള ചില സംഭവങ്ങൾ ഞാൻ കണ്ടു. അപ്പം മനുഷ്യത്വം നഷ്ടപ്പെട്ടു മനുഷ്യൻ്റെ. അപ്പം അതിൻ്റെ ഒരു ചിന്തയിൽ നിന്നാണ് ഈ പുസ്തകം എഴുതാൻ. നന്മയെക്കുറിച്ച് മനുഷ്യൻ നന്മയുണ്ട്. ആരും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മകൻ മരിച്ച സമയത്ത് അദ്ദേഹം ആശ്വസിപ്പിക്കണമെങ്കിൽ ഒരു നന്മയാണത്, ഒരു മനുഷ്യത്വമാണത്. അത് ഞാൻ പലരും കാണുവാനിടയായി തുറന്നിട്ടുണ്ട്, നമ്മളിൽ മാത്രമല്ല. അപ്പം നമ്മളെ കൊണ്ടാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. വിശ്വസിച്ച അല്ലെങ്കിൽ കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ കുറിച്ചാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്, മനുഷ്യത്വം കാണിക്കുന്നുണ്ട്. അപ്പം അതിന് എന്തെങ്കിലും സഹായമായി തീർന്നാൽ നല്ലതെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ഒരു പുസ്തകം എഴുതാനിടയായി തീർന്നു. ഈ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി ജോസഫ് എഴുതിയ പുസ്തകം നന്മയെക്കുറിച്ചുള്ള, മനുഷ്യനിൽ ആത്യന്തികമായി നിലകൊള്ളുന്ന നന്മയെന്ന ഭാവം അല്ലെങ്കിൽ ആ വികാരം, അതിനെ എപ്രകാരം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതും എങ്ങനെ ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതുമൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വളരെ മനോഹരമായ ഭാഷയാണ്. എങ്ങനെ 10-40 വർഷമായിട്ട് മലയാളം ഉപയോഗിക്കാതെ മറ്റൊരു സംസ്ഥാനത്ത് താമസിക്കുന്ന ഒരാൾക്ക് ഇത്രത്തോളം നല്ല മലയാള ഭാഷയിൽ എഴുതുവാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ഭുതമുണ്ട്. എങ്ങനെ സാധിക്കുന്നു ഭാഷ? ദൈവകൃപയൊന്നു മാത്രമാണ്. ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കുന്നില്ലെങ്കിലും മലയാളം പുസ്തകങ്ങൾ നമ്മുടെ ഈ മാസികകളിൽ നല്ല പുസ്തകങ്ങളൊന്ന് കാണുമ്പോൾ അത് വരുത്തുകയും വായിക്കുകയും
മലയാള പുസ്തകങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം, വായന, മലയാളം വായന ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം, ദൈവത്തിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രമായിരിക്കാം, അല്ലെ ചെറുപ്പം തൊട്ട് ദൈവത്തിന്റെ ഉള്ളിൽ ആ ഒരു വാസന ഒരു തന്നുള്ളത് കൊണ്ടും ആണ് നിശ്ചയമായിട്ട് അത് ചെയ്യാനിടയായി തീർന്നത്. മനോഹരമായ ഈ പുസ്തകത്തിന്റെ വില 200 രൂപയാണ്. എന്നാൽ ഒരു 100 രൂപയ്ക്ക് അല്ലെ ആ പുസ്തകം താല്പര്യമുള്ളവർക്ക് അയച്ചു തരുവാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നുണ്ട്. പാസ്റ്ററുടെ ഫോൺ നമ്പർ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ ഈ പുസ്തകം അയച്ചു തരുന്നതായിരിക്കും. താല്പര്യമുള്ളവർ വിളിക്കുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും വിശാഖപട്ടണത്തെ പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നോട്ട് പോകുവാൻ കർത്താവ് ഇടയാക്കട്ടെ. അവിടെ തന്നെ തുടരാനാണോ താല്പര്യം, അതോ നാട്ടിലേക്ക് മടങ്ങി വരാനായിട്ട്? ദൈവഹിതം ഒന്നും തീരുമാനിച്ചിട്ടില്ല. അത് ദൈവം നടത്തുന്നത് പോലെ, അതെങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ അവിടെ താമസിക്കുന്നതാണ് പ്രയോജനം, അവിടെ നാട്ടിലേക്ക് വരുന്നതാണ് ദൈവത്തിന്. അങ്ങനെ ഒരു തീരുമാനം ഇതിൽ എടുത്തിട്ടില്ല. ഓക്കെ, താങ്ക് യു. വളരെ നന്ദി.